ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യോഹന്നാൻ 1:15 യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പേ തന്നെ അവനുണ്ടായിരുന്നു. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യമായിട്ട് യേശു ക്രിസ്തു വഴിയുണ്ടായി. ഓ പ്രിയപ്പെട്ടവരെ, ഈ വലിയ അഭിഷേകം ഈ പ്രഭാതത്തിലേക്ക് യേശു ക്രിസ്തു വഴി പിതാവായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ കൃപയും സത്യവും, ഓ നിങ്ങൾ അനാഥരല്ല, യേശു ക്രിസ്തുവിൽ പിതാവിന്റെ മക്കളാണെന്നുള്ള വലിയ ബോധ്യം ഈ പ്രഭാതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവമാണ് എന്റെ അപ്പൻ എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈശ്വരയോടെ അവിടുത്തെ സന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും അവിടുന്ന് നൽകുന്ന സൗഖ്യവും വിടുതലും അനുഗ്രഹവും നന്മകളും പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കട്ടെ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധന വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവേ 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 യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാൽ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിന്റെ ബലിയുടെ യോഗ്യതയാലെ സകല ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ. യേശുവിന്റെ ബലിയുടെ യോഗ്യതയാലെ Because of the one sacrifice of Jesus, there will be freedom from all bondages. യേശുവിന്റെ ബലിയുടെ യോഗ്യതയാലെ One sacrifice of Lord Jesus, സകല ബന്ധനത്തിൽ നിന്നും വിടുതൽ. all bondages will be going set free. ഹല്ലേലൂയ. ഒരു ബന്ധനത്തിന്റെ അമ്മിക്കയറുകൾക്കും ഇനി നമ്മെ കെട്ടിവെക്കുവാൻ അധികാരമില്ല. No bondages can have any authority over you. യേശുവിന്റെ ബലിയുടെ യോഗ്യതയാണ്. Because of the one sacrifice of Lord Jesus. The finished work of Jesus on the cross. Hallelujah. യേശുവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മൂലം. That is more than enough. അത് മാത്രം മതി നിങ്ങൾക്ക്. അത് ധാരാളം മതി. That's more than enough. ഏത് കെട്ടുകളെയും അറുത്തു മാറ്റാൻ കഴിവുള്ള ശക്തി അതിനുണ്ട്. To break every bondages. യേശുവിൻ ബലിയുടെ യോഗ്യതയാലേ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലേ ബന്ധനത്തിൽ നിന്നു വിടുതൽ. കരങ്ങളെ ഉയർത്തി സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്നോട് ചേർന്ന് ഈ വാക്കുകൾ വിളിച്ചു പറയുക.
യേശുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രവൃത്തിയിലുള്ള വിശ്വാസത്താൽ ഞാൻ കർത്താവിന്റെ മകനും മകളുമായിരിക്കുന്നു. ഉച്ചത്തിൽ പറയുക, ഞാൻ കർത്താവിന്റെ മകനും മകളുമായിരിക്കുന്നു. ആ പ്രവൃത്തിയിലൂടെ കർത്താവിനെ നീതീകരിച്ച് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയുക, ആ പ്രവൃത്തിയിലൂടെ കർത്താവിനെ നീതീകരിച്ച് വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ തന്നെത്താനെ വിശുദ്ധനായതല്ല, ഈശോ എന്നെ വിശുദ്ധീകരിച്ചതാണ്. എന്റെ വിശുദ്ധി ഞാൻ ശ്രമിച്ചുണ്ടാക്കിയതല്ല, എന്റെ കർത്താവിന്റെ ദാനമാണ്. യേശുവിന്റെ കുരിശിൽ എല്ലാ രോഗങ്ങളും യേശു വഹിച്ചതാണ്. അവിടുത്തെ ശരീരത്തിൽ അവിടുന്ന് വഹിക്കാത്ത ഒരു രോഗം പോലുമില്ല. അവിടുത്തെ അടിപ്പിടരാൽ എനിക്ക് സൗഖ്യമുണ്ട്. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നു. എനിക്ക് സമൃദ്ധമായ ജീവനുണ്ട്. ജീവന്റെ സമൃദ്ധിയുണ്ട്. എന്റെ കടഭാരത്തിന്റെ എല്ലാ ശാപങ്ങളും, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും യേശുവിന്റെ ബലിയുടെ യോഗ്യതയാൽ പൊട്ടിമാറട്ടെ. ഹല്ലേലൂയ. ഞാൻ സമ്പന്നനായി തീർന്നിരിക്കുന്നു. സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം ഈ യേശുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് നമ്മെ നിയമിച്ചിരിക്കുന്നു. ലൂക്ക 10:19 ചേർന്ന് പറയുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനും ഭൂതങ്ങളെ പുറത്താക്കാം, രോഗികളെ സൗഖ്യമാക്കാം, മരിച്ചുപോയവരെ ഉയർപ്പിക്കുവാൻ, അങ്ങനെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവർത്തികൾക്കും എന്റെ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുന്നില്ല. നല്ല തന്റെ ഇടത്തോടെ യേശുവിന്റെ ബലിയുടെ യോഗ്യതയോട് കയറി നിന്നോണ്ട് വിളിച്ചു പറഞ്ഞു, യേശുവിൻ ബലിയുടെ യോഗ്യതയാലേ ബന്ധനത്തിൽ നിന്നു വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലേ സകല ബന്ധനത്തിൽ നിന്നു വിടുതൽ. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. കർത്താവിന്റെ ബലിയുടെ യോഗ്യതയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞാൻ പൂർണ്ണ ജയാണ്. കരമുയർത്തി നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. മലാഖയുടെ വന്ദനസ്വരത്താൽ ദൈവകൃപയുടെ പ്രസിദ്ധി ആർജിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ,
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഒരുപാട് ദൈവസഹായം ആവശ്യമുള്ള സമയമാണ് മരണസമയം. ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം. സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ആരാധന വൃന്ദത്തോട് ചേർന്ന് 24 മണിക്കൂറും സമയത്തിനും കാലത്തിനും എല്ലാം പുറത്ത് പരിശുദ്ധൻ 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 എന്ന് സ്തുതിച്ചു പാടുന്ന കെരൂബികൾ, സറാഫികൾ, സ്വർഗീയ ദൂത സഞ്ചയത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ ഇടവരുന്നല്ലോ. രക്തസാക്ഷികളുടെ വിശ്വാസത്തെ നമുക്ക് ശരണപ്പെടാം. സകല വിശുദ്ധരുടെയും കൂട്ടായ്മയെ നമുക്ക് സ്വീകരിക്കാം. സന്യസ്തരുടെ സമർപ്പണത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. രക്തസാക്ഷികളുടെ വിശ്വാസത്തിന്റെ വീര്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പുരോഹിതൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നിൽക്കാം. മെത്രാൻ സംഘത്തിന്റെ അധികാരത്തോട് ചേർന്ന് നിൽക്കാം. സഭയാം ശരീരത്തിന്റെ സർവ്വ ഐശ്വര്യത്തെയും വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2000 വർഷം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരുടെ ആ നീണ്ട നിരയോട് ചേർന്ന് നിന്ന് കർത്താവേ, ഇന്ന് സഭയാം ശരീരത്തിന് മുഴുവൻ ഐശ്വര്യ വിശ്വാസത്താൽ ഓരോ കുടുംബങ്ങളിലേക്കും വാഴേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നാനാവിധ വ്യഥകളാൽ നീറിപ്പൊകഞ്ഞ് ഈ ലൈവിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ലോകമെമ്പാടും വ്യത്യസ്ത ടൈം സോണുകളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ ഉണ്ടല്ലോ നാഥ. എല്ലാവരെയും കൈപിടിക്കണമേ. 2021 വളരെ പ്രതീക്ഷയോടെ നോക്കി പാർക്കുന്ന ഒരുപാട് മക്കളുണ്ട്. 2021 ദൈവീക വിശ്വസ്തതയുടെ വർഷമാണല്ലോ എല്ലാ മക്കളുടെയും ജീവിതത്തിൽ. കർത്താവിന്റെ വിശ്വസ്തത പരിധിയില്ലാതെ വ്യാപിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം. ജ്ഞാനികൾ ഈശോയുടെ ജനന വാർത്തയുടെ ലക്ഷണങ്ങൾ കണ്ട് അനുഗമിച്ച് അടുത്തു വരികയാണ്. Matthew chapter 2 is the chapter where the wise men is coming to see the birth of Lord Jesus Christ. ഇതൊരു വലിയ ദൈവിക ഇടപെടലായിരുന്നു. It's a great encounter for them. ഹല്ലേലൂയ. ഇത് ഒരു വലിയ ദൈവിക ഇടപെടലായിരുന്നു എന്ന് പറയുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. Why we say that it's a great encounter? Because there are many reasons for it. പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിൽ എത്തുകയാണ്. The wise man is coming from the east, far off east, to the Jerusalem. നൂറുകണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന്, more than about 100 kilometers. ജെറുസലേമിലേക്ക് വരികയാണ്. Those people are traveling towards Jerusalem. വിവരമില്ലാത്തവരോ പണിയില്ലാത്തവരോ ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിനകത്ത് വലിയ അതിശയോക്തിയൊന്നുമില്ല. They are not ordinary people, they are wise men. ജ്ഞാനികളാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. They are wise men from the east. ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഒരു നക്ഷത്രമാണത്രേ. The one thing that's leading them, is guiding them, is that star. നക്ഷത്രം രാത്രിയിലേ ഉള്ളൂ. The stars you only see in the night. So രാത്രിയിൽ മാത്രമേ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയൂ. So only in the night they could travel. നക്ഷത്രം കടലിന്റെ മേളിൽ കൂടെ പോയാൽ അവരങ്ങനെ സഞ്ചരിച്ചേ പറ്റൂ. When the star is going over the seas, they have to. നക്ഷത്രം കാട്ടിലൂടെ പോയാൽ അങ്ങനെ സഞ്ചരിച്ചേ പറ്റൂ. Even through the jungles, they have to travel. ഇതൊരു പാടുപെട്ട യാത്രയായിരിക്കണം. പൗരസ്ത്യ ദേശത്ത് നിന്ന് ജെറുസലേമിൽ എത്തുകയാണ്. Wise men from the far east, they are traveling to Jerusalem. വന്നവർ ഒരു വലിയ കാഴ്ച കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. They have seen a great sight. അത് വേറൊന്നുമല്ല, ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. Because we have seen his star and we have come to worship him. അവന്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു. We have seen his star, so we have come to worship him. ഉണ്ടായവന്റെ പേരിൽ ഒരു നക്ഷത്രം. There was a star on his name. അവന്റെ നക്ഷത്രം. His star. മാത്രമല്ല ആ നക്ഷത്രം ഇങ്ങനെ ചലിക്കുകയാണ്. The star is just guiding them in moving. നമ്മളെ ചില നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ തോന്നുന്നേക്കാം. Sometimes we see shooting stars. എന്നാൽ അതിങ്ങനത്തെ ഒരു നക്ഷത്രമല്ല. But that's not the star like this. എന്നാൽ ഈ നക്ഷത്രം ഇതാ സഞ്ചരിക്കുകയാണ്. This star was just traveling.
യഹൂദരുടെ രാജാവായി പിറന്ന് ജനിച്ചവൻ എവിടെ? അപ്പൊ രാജാവിന്റെ നക്ഷത്രമാണെന്ന് ജ്ഞാനികൾക്ക് മനസ്സിലായി. So they knew that's the star of the king. ഇത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ, ആസ്ട്രോളജിസ്റ്റ് ആണ്, ആസ്ട്രോളജിക്കലാണ്, ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതിനകത്തുണ്ട്. അതിനൊന്നും നമുക്ക് സമയമില്ല. There are a lot of interpretations concerning this star, but we are not going into the details of that. ഇത് ദൈവാന്വേഷണത്തിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർ എങ്ങനായാലും അവിടെ എത്തും എന്നുള്ളതിന്റെ തെളിവായത്. It's beyond all religion or all astrophysiological everything, because they knew there's something from God. ബൈബിള് എഴുതാത്ത കാലത്ത് എങ്ങനെ കർത്താവിനെ എല്ലാവരും അറിഞ്ഞു എന്ന് ആരോ ചോദിക്കുന്നു. See, somebody may be asking, before the Bible, how can they come to know God? സുവിശേഷകൻ ചെല്ലാത്ത ഇടത്ത് എങ്ങനെ കർത്താവിന്റെ അടുക്കൽ ആൾക്കാർ വരുന്നു എന്ന് എങ്ങനെ ചോദിക്കുന്നു? Unless the evangelists go there, how can they come to know about God? സുവിശേഷകരൊന്നും ചെല്ലായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സുവിശേഷീകരണം At that നടന്നു. time, the gospel was spreading. Exactly. സുവിശേഷകർ എല്ലാവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ഒരു കൂട്ടരുടെ സുവിശേഷം അങ്ങനെ വേറൊരു കൂട്ടരുടെ സുവിശേഷം ഇങ്ങനെ പറഞ്ഞ് വളരെ തമ്മിൽ ഭിന്നിപ്പിച്ചിട്ടേ ഉള്ളൂ. Because many people are preaching different gospels and dividing people. ഹല്ലേലൂയ. എന്നാൽ ഇതുപോലുള്ള ദൈവിക ഇടപെടലുകൾ ബൈബിളിൽ ഒട്ടനവധിയുണ്ട്. You see, all throughout the Bible, you see such encounters with God. വൈസ് മാന്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശനം കൊടുക്കുകയാണ്. Because the wise men, they had a lightning in their heart. അവരുടെ ഹൃദയത്തോട് കർത്താവ് ഇടപെടുകയാണ്. അവരോട് പറയാം, നിങ്ങൾ ഈ നക്ഷത്രത്തിന്റെ പിന്നാലെ പോണത് രാജാവിന്റെ നക്ഷത്രം, അവന്റെ നക്ഷത്രമാണ്. God was dealing with them. They said, that's the star of the king. Go. ചോദിക്കുകയാണ്, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? Where is the king born for Jews? ജനിച്ചു കഴിഞ്ഞ് രാജാവാകുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. So there are a lot of people after birth, they become kings. രാജകുമാരൻ എവിടെയെന്നും അല്ല ചോദ്യം. It's not where's the പിറവിയിലെ രാജാവായവൻ എവിടെ? one who is born king. രാജാവായി പിറന്നവൻ എവിടെ? Where is the king that's ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടവനെ ആരാധിക്കാൻ വന്നിരിക്കും. We have seen his star and we have come to worship him. ഇത് നേരെ ചെന്നത് രാജകൊട്ടാരത്തിലാണ്. They went to Herod's palace. ഇതാണ് അൺഎക്സ്പെക്റ്റഡ് ആണ്. ദൈവത്തിന്റെ ഇടപെടലുകളെല്ലാം രാജാവ് ഉണ്ടാവുന്ന രാജകൊട്ടാരത്തിലാണ്. See, അതാണ് പ്രധാന ചിന്ത. the king usually is born in that palace. പക്ഷെ ദൈവത്തിന്റെ രാജാവിന് രാജകൊട്ടാരത്തിൽ ജനിച്ച് രാജാവാകേണ്ട ആവശ്യമില്ലെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. But this king is not born in the palace to become the king. He's a born king. born king. Hallelujah. രാജാവായി പിറന്നവനാണ്. Where is the one who is born as king? ഇത് ഈ ഇടപെടലെല്ലാം അങ്ങനെയാണ്. രാജാക്കന്മാരെല്ലാം കുതിരപ്പുറത്ത് വരുമ്പോൾ കുതിരപ്പുറത്ത് വന്ന് രാജാവാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ രാജാവ് വരുന്ന കഴുതപ്പുറത്താണ്. Hallelujah. All the kings come riding on the horse to show them they're the king. But our king is riding on a donkey. അത് തന്നെ നമ്മൾ കണ്ടത്. രാജാക്കന്മാരെല്ലാം ജനിക്കുന്ന രാജകൊട്ടാരത്തിലാണ്, പക്ഷേ ഈ രാജാവ് ജനിക്കുന്നത് പുൽത്തൊട്ടില്ല. That's what we see. All the kings are born in the palace, but this king was born in a manger. ഇത് കേട്ട് ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും നടുങ്ങുകയാണ് ഈ വാർത്ത. Now King Herod, hearing this, was disturbed, and all Jerusalem with him. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിനിടയിലുള്ള നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. And gathering together all the leaders of the priests and the scribes of the people, he consulted with them to know where the king would be born. ഇതിന് കാരണം എന്താണ്? So there are a lot of explanations concerning this. ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. Because the scribes, they knew the whole testament. ഇവിടെ പറയുന്ന ഈ ജ്ഞാനികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രിമാരെന്ന് പറയുന്നവർക്ക് പഴയ നിയമം വ്യക്തമായിട്ട് അറിയാം. That's the king is going to born in Bethlehem. ബെത്ലഹേമിലാണ് ശിശു ജനിക്കുന്നതെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പ്രവചനങ്ങളിൽ കിടക്കുകയാണ്. So when the wise men came and asked Herod, where is the king? ഇത് രാജാവിന്റെ അടുക്കൽ വന്ന് ജ്ഞാനികൾ ചോദിക്കുകയാണ്, രാജാവായി പറഞ്ഞവൻ എവിടെ? Then he consulted his scribes. ഈ രാജാവ് പെട്ടെന്ന് ഇത് പുരോഹിതന്മാരെയും ജനത്തിനുടെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത് ചോദിക്കുകയാണ്. Then they looked at the scrolls and found it's a prophecy in Micah chapter 5 verse 2. മീഖ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലെ പ്രവചനം നിയമജ്ഞരും പ്രവാചകന്മാരും എടുത്ത് ഹെരോദോസിനെ കാണിച്ചു കൊടുക്കുകയാണ്. രാജാവായി ജനിക്കും എന്ന് പറഞ്ഞ പ്രവചനം കിടക്കുന്നത് മീഖായുടെ പ്രവചനത്തിലാണ്. മീഖായുടെ പ്രവചനം നമുക്ക് എടുക്കാം. അവിടെ നിന്ന് അത് എടുത്തു വന്നാലേ അത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. മീഖായുടെ പ്രവചനം അത് വിശദീകരിക്കുമ്പോൾ 5:2 ബേത്ലഹേം എഫ്രാത്ത, ജൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും.
So the scribes, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ so ഉള്ളവനാണ്. the scribes confirmed it. There's a prophecy in the Old Testament. ഇത് ചെറിയ പ്രവാചകന്മാരുടെ നിരത്തിൽ വരുന്ന ആളാണ് മീഖ. അപ്പൊ മീഖായുടെ പ്രവചനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഹെരോദോസിന് അറിയത്തില്ല. കാരണം ഹെരോദോസ് ജാതി വ്യവസ്ഥയിലുള്ള ഭരണാധികാരിയാണ്. അപ്പൊ ഇത് യഹൂദനെ റിലേറ്റ് ചെയ്തുള്ള കാര്യമായതുകൊണ്ട് പെട്ടെന്ന് കാര്യം അങ്ങോട്ട് വിട്ടിട്ട് അവരോട് ചോദിക്കുകയാണ്, നിയമജ്ഞരെ, പ്രവാചകരെ, പുരോഹിതരെ, ശാസ്ത്രിമാരെ, നിങ്ങൾ പറയൂ, ഈ രാജാവായി പിറക്കുന്നവൻ എവിടെയാണ് ജനിക്കുന്നത്? So they have consulted the scribes and they asked, is there any prophecy concerning that? They said, yes, there is a prophecy. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രവചനമുണ്ടോ എന്ന് ഹെരോദോസ് ചോദിക്കുകയാണ്. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ ആ വാക്യം കൂടെ എടുത്തിട്ട് മീഖായുടെ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം, ബേത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങൾ നീ ചെറുതാണെങ്കിൽ ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടുവൻ, പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവൻ. There's another prophecy also from 1 Samuel chapter 16. സാമുവേലിന്റെ 1-ാം പ്രവചനം. The king is going to count born in Bethlehem. 16-ാം അധ്യായത്തിലുണ്ട്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? രാജാവ് ബേത്ലഹേമിൽ നിന്ന് വരികയാണ്. There's another prophecy concerning from Numbers chapter 24 verse 15 and 16. 24-ാം അധ്യായം, സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ ഇത് സംബന്ധിച്ച് മറ്റൊരു പ്രവചനവും That's കിടക്കുകയാണ്. concerning the prophecy of the star. ഇത് നക്ഷത്രത്തെ സംബന്ധിച്ചുള്ള പ്രവചനമാണ്. So in those times the people thought it's some astrophysiological phenomena. ഇത് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്ന ആകാശ നക്ഷത്ര വാന നിരീക്ഷണ മേഖലക്കാരുടെ ഏതാണ്ട് ഒരു വിഷയമാണ് എന്നാണ്. But the early church fathers, they did not believe that. എന്നാൽ നമുക്ക് ഈ സഭാചരിത്രത്തിലേക്ക് ചെല്ലുമ്പോൾ പഴയ കാലത്തുള്ള സഭാപിതാക്കന്മാർ ഇതൊന്നും അല്ല വിശ്വസിച്ചിരുന്നത്. That's what it's a star. It's a spiritual guidance. ഇതൊരു ആത്മീകമായ നിയന്ത്രണമെന്നാണ് സഭാപിതാക്കന്മാര് ഈ നക്ഷത്രത്തെ In വിവക്ഷിച്ചിരിക്കുന്നത്. the Old Testament, concerning the star is described as an angel. പഴയ നിയമത്തിൽ ഈ നക്ഷത്രം എന്ന് പറയുന്നത് ദൂതന്മാരെ തുല്യമായി So വിശദീകരിച്ചിട്ടുണ്ട്. the angels was guiding the wise men to the particular city where the child is born. ശിശു ജനിച്ചിരിക്കുന്ന പ്രത്യേക സ്ഥലത്തേക്ക് ദൈവദൂതൻ ഒരു നക്ഷത്ര രൂപേണ നയിക്കുന്നതായിട്ടാണ് സഭാപിതാക്കന്മാർ ഇതിനെ So വീക്ഷിച്ചിരിക്കുന്നത്. all these prophecies concerning the birth of the king in Bethlehem. ഇത് മുഴുവൻ പ്രവചനങ്ങളായി. ഇപ്പൊ സാമുവേൽ പ്രവചനത്തിലാണ്, സാമുവേൽ പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥത്തിലായാലും, സംഖ്യാ പുസ്തകത്തിലായാലും, മീഖായുടെ പുസ്തകത്തിലായാലും, എല്ലാ മീഖായുടെ പ്രവചനത്തിൽ എല്ലായിടത്തും എഴുതിയിരിക്കുന്നത് ബേത്ലഹേമിൽ ജനിക്കുന്ന ഈ രാജാവിനെ കുറിച്ചാണ്. So there's some interpretations concerning the wise men, from where they are. Who are the wise men? ഈ വന്നിരിക്കുന്ന ഈ ജ്ഞാനികൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ചും പല വ്യാഖ്യാനങ്ങളുണ്ട്. There's accepted 3 explanations are given. 3 പ്രധാന അംഗീകരിക്കപ്പെടുന്ന വ്യാഖ്യാനങ്ങൾ അതിനകത്തുള്ളത്. One is Clement of Alexandria, അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് എന്ന വിശുദ്ധനായ ദൈവമനുഷ്യൻ, and Cyril of Jerusalem. ജെറുസലേമിലെ സിറിൽ എന്ന ദൈവമനുഷ്യൻ. They said that these men are from Persia. അവർ രണ്ടുപേരും പറയുകയാണ് ഇത് പേർഷ്യയിൽ നിന്ന് വന്നയാളാണ്. There's another explanation by Jerome and Augustine. വിശുദ്ധ അഗസ്റ്റിന്റെയും ജെറോമിന്റെ ഒക്കെ വിശദീകരണം അനുസരിച്ച് They're from Babylon. അവർ ബാബിലോണിൽ നിന്ന് വന്നു എന്നാണ്. The third thing മൂന്നാമത്തെ സ്കൂൾ പറയുന്നത് is by Justin and Tertullian. വിശുദ്ധ ജസ്റ്റിനും തെർത്തുല്യനും ഒക്കെ വിശദീകരിക്കും പറയുന്നത് They are from Arabia. അറേബ്യയിൽ നിന്നാണ് ഇവർ വന്നതെന്നാണ്. Because that's most accepted is that the church fathers have accepted that. സഭാപിതാക്കന്മാരുടെ ഇടയിൽ ക്രോഡീകരിക്കപ്പെട്ട ഏകാഭിപ്രായം ഈ വിഷയത്തിൽ ഇല്ലെങ്കിൽ കൂടെ ഇത് അറേബ്യൻ നാടുകളിൽ നിന്നാണ് വന്നത് എന്നുള്ള ഒരു പൊതു വിശദീകരണത്തിലാണ് എത്തുന്നത്. കാരണം ഇവർ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറേബ്യയിൽ ആ കാലത്ത് വളരെ സുലഭമായിരുന്നവയാണ്. They are quoting from Isaiah. Matthew is quoting this from Isaiah 60 verse 6. വിശുദ്ധ മത്തായി ഇതിനെ എടുക്കുന്നത് അശയ്യാവിന്റെ പ്രവചനത്തിൽ നിന്നാണ്. അതുകൂടെ നമുക്ക് വായിച്ചിട്ട് ഇതിന്റെ ആ ചിന്തയിലേക്ക് വരാം. കാരണം ഇത് ആഗ്രഹിക്കുന്ന പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അശയ്യാവ് 60 verse 6. 60-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിൽ നിന്നാണ് വിശുദ്ധ മത്തായി ഈ വാക്യം എടുക്കുന്നത്. അതോടെ ഒന്ന് നമുക്ക് എടുത്ത് വായിക്കാനായിട്ട് കഴിയട്ടെ. 6-ാമത്തെ വചനം ഇങ്ങനെയാ പറയുന്നത്, ഒട്ടകങ്ങളുടെ ഒരു പറ്റം മിദിയാനിലെ എഫ്രായിമിലെയും ഒട്ടകക്കുറ്റന്മാരുടെ ഒരു കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബയിൽ നിന്ന് വരും. ഷേബയിൽ നിന്നുള്ളവർ വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിന് കീർത്തനം ആലപിക്കുകയും So the ചെയ്യും. wise man is coming from Sheba, that's for Arabia. അതാണ് പൊതുവായ മതം, പൊതുവായ അഭിപ്രായം അതാണ്.
ഈ അറേബ്യയിൽ നിന്നാണ് ഇവർ വന്നത് എന്നുള്ളതാണ്. അവിടെ നോക്കണേ, യെശയ്യാവ് ഇതൊക്കെ എഴുതുന്ന സമയത്തെ 60-ാം അധ്യായത്തിലെ എഴുതിയിരിക്കുകയാണ്. അതാണ്, ശേബയിൽ നിന്നുള്ളവർ വരും, അവർ സ്വർണവും സുഗന്ധവർഗങ്ങൾ ദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിന് കീർത്തനം ആലപിക്കുകയും ചെയ്യും. Hallelujah. So, how clear is the prophecy? Yeah, even before thousands of years back, അല്ലേ? Yes, exactly. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് എഴുതി വെക്കുകയാണ്, ശേബയിൽ നിന്നുള്ളവർ വരും, അവരുടെ കയ്യിൽ സുഗന്ധദ്രവ്യം കാണും, അവരുടെ കയ്യിൽ സ്വർണം കാണും, അവർ കീർത്തനം പാടി കാഴ്ചവെച്ച് കീർത്തനം പാടി ആരാധിച്ചേച്ചു പോകും. And that's the beauty of the readings for the church, you know. അതാണ് സഭയുടെ വായനക്രമത്തിലുള്ള നേരത്തെ നമ്മളിത് വായിക്കുമ്പോൾ വൈസ്മാൻ വന്നു എന്നുള്ളതിനപ്പുറത്ത്, അല്ലേ, നത്തിങ് എൽസ് അവിടെ കൂടെ നിൽക്കുക. ഇന്നിപ്പോ ആ വായനക്രമത്തെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ലുക്ക് അറ്റ് ദ പിക്ചർ. മൈഖയിൽ നിന്ന് നമുക്കത് ലഭിക്കുകയാണ്. മൈഖ 5:2 അല്ലേ, 5:2 നിന്ന് കിട്ടുകയാണ്. പിന്നെ ഐസയ 16 60-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്ന് കിട്ടുകയാണ്. ഒട്ടകത്തിന്റെ മേളിലാണ് അവർ വന്നതെന്ന് എഴുതിയിട്ടില്ല വേറെ എവിടെയും, പക്ഷെ യെശയ്യാവ് അത് അന്നേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സുഗന്ധദ്രവ്യവുമുണ്ട്, സ്വർണവുമുണ്ട്, അവർ കീർത്തനവും പാടും, കുമ്പിട്ടാരാധിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. എത്ര വ്യക്തമായ പ്രവചനമാണ് നടത്തിയിരിക്കുന്നത്. അപ്പം ഇതിനോട് ഒരു കാര്യം മനസ്സിലാകുന്നത്, when we are walking with the church, the entire scripture is open. From the Old Testament to the New Testament. പഴയ നിയമം മുതല് പുതിയ നിയമം വരെയുള്ള മുഴുവൻ വാക്യങ്ങളും സഭയുടെ വായനക്രമത്തോട്, ലിറ്റർജിയിലെ വരുന്ന വായനക്രമത്തോട് ചേർന്ന് പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ ഇടവരും. The whole Bible becomes unfolded. മുഴുവൻ ബൈബിൾ നമുക്ക് തുറന്ന് കിട്ടുകയാണ്. കാരണം ചേർച്ചിന് മാത്രമേ അറിയത്തുള്ളൂ ഇത് എവിടെയാ കണക്ട് ചെയ്യുന്നത്. കാരണം സഭയാണ് ഇത് ക്രോഡീകരിച്ചത്. The church is the one who canonized the Bible. ക്രോഡീകരിച്ചവർക്ക് അറിയത്തുള്ളൂ ഇത് എവിടാ കൊണ്ട് വെക്കണ്ടെന്ന്. നമ്മളിന്ന് ഞാൻ വായനക്കാരനാണ്, ഞാൻ ക്രോഡീകരിച്ച ആളല്ല. 4 നൂറ്റാണ്ട് ഈ പുസ്തകങ്ങൾ ഒന്നും തന്നെ സുലഭമല്ലായിരുന്ന സമയത്ത് സഭയുണ്ടായിരുന്നു. 4 നൂറ്റാണ്ടിന് ശേഷം സഭ ക്രോഡീകരിച്ച ബൈബിൾ എവിടെയാണ്, എങ്ങനെയാണ് ഇത് പഴയ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് വളരെ വ്യക്തമായ അലൈൻമെന്റ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുകയാണ്. Hallelujah, what a beautiful way they have canonized the Bible and all the readings for each part, each church. ബൈബിൾ കാനോൻ തന്നെ, നമ്മൾ കാനോനൈസേഷൻ ഓഫ് ദി സ്ക്രിപ്ചർ എന്ന് പറയുന്ന ആ ഭാവം പഠിക്കുമ്പോഴും ഇത് കാനോനികമായി എടുക്കുന്നത് തന്നെ എത്ര ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, എത്ര മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഒരു ബുക്ക് കാനോനികമാക്കുന്നത്. ആ അളവുകോല് തന്നെ എത്ര ശക്തമായിരുന്നു. അപ്പൊ അതാണ് അതിന്റെ ബ്യൂട്ടി. സീ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ഒരു കാഴ്ച കാണുക. ഒട്ടകത്തിന്റെ മേളിൽ സുഗന്ധദ്രവ്യവുമായിട്ട് സ്വർണവും സുഗന്ധദ്രവ്യവുമായിട്ട് വരും. അവര് കീർത്തനം പാടി ആരാധിക്കും, കർത്താവിന് കൊണ്ടുവരികയും കർത്താവിന് കീർത്തനം പാടുകയും ചെയ്യുമെന്ന് യെശയ്യാവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. Isaiah 66 is prophesied that wise men from the നൂറ്റാണ്ടുകൾക്ക് മുമ്പേ on camel with bringing him gold and silver and ഞാൻ ഈ പിക്ചറിലേക്ക് കാണുന്ന എത്ര സ്ട്രഗിൾ അവർ സഹിക്കേണ്ടി വന്നു കാണും. how much of struggle, how much of kilometers they would have traveled. രാത്രിയിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല മിസ്ലീഡിങ്സ് എത്ര ഉണ്ടായി. Yes, there's a lot of misleadings. ഇതെല്ലാം ആ വഴിയിലുള്ളതാണ്. കർത്താവിനെ അന്വേഷണവുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ പെട്ടെന്ന് നമ്മൾ അവിടെ എത്തുമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ബട്ട് ഇൻ ബിറ്റ്വീൻ there will be obstacles, there will be misleadings. Hallelujah. കർത്താവിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ in between there will be misleadings. അവിടെ ഉറപ്പായിട്ടും ഉണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ അത് തന്നെയാണ്. Every one of us is going to have that. കർത്താവിനെ അന്വേഷിച്ച് പോകുമ്പോ ഒന്നും ചിന്തിക്കില്ല, ആദ്യമേ ഞാൻ കറക്റ്റ് റോഡിൽ അങ്ങ് അവിടെ എത്തുമായിരിക്കും. Don't you think that will be in the right path in the right time? No. ഒരുപാട് മിസ്ലീഡിങ്സ് ഇൻ ബിറ്റ്വീൻ അതിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. There will be a lot of interpretations and misleadings in between. പക്ഷേ ആത്യന്തികമായി ദൈവം എത്തേണ്ടിടത്ത് നമ്മളെ എത്തിച്ചിരിക്കും. But in the end he will make you reach the safe place. അത് തന്നെ നമ്മൾ ഇവിടെ കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വീണ്ടും എടുക്കുക. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തില് ഇത് വിശദീകരിക്കുമ്പോൾ നടത്തുന്ന ആ ഒരു ഭാഗത്തിന്റെ വിശദീകരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഹെരോദോസിന്റെ സ്ട്രാറ്റജിയാണ്. ഹെരോദോസ് പറയാണ്. അപ്പൊ ഹെരോദോസിന് ഈ സ്ക്രൈബ്സ് വന്ന് ഇതെല്ലാം എടുത്തു നോക്കി പറഞ്ഞു ബേത്ലഹേമിലാ ജനിക്കുന്നത്. Herodos when he went and consulted the scribes, they gave the right interpretation. 7-ാമത്തെ വാക്യം, മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നോക്കിക്കോണേ. അപ്പോൾ ഹെരോദോസ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ചു, നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതോ എപ്പോഴാണെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു.
അവൻ അവരെ ബെത്ലഹേമിലേക്ക് പറഞ്ഞയച്ചു. പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. Herod quietly calling the magi diligently learned from them the time when the star appeared on them, and sending them into the Bethlehem, he said, "Go diligently ask questions about the boy, and when you have found him, report back to me so that I too can come and worship him." രാജാവ് പറഞ്ഞു കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശുവിന്റെ സ്ഥലത്ത് മുകളിൽ വന്നു നിന്നു. When they heard the king, they went away, and behold, the star that they had seen in the east went before them, even until arriving it stood above the place where the child was. നിങ്ങൾ ഒരു വലിയൊരു ഇത് ഇന്നും ഉണ്ട് ഇങ്ങനത്തെ നക്ഷത്രങ്ങൾ. There are still some stars like that. സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന നക്ഷത്രങ്ങൾ. Hallelujah, the stars that lead into the fullness of the truth. ചിലപ്പോൾ അത് ചില വ്യക്തികളായിരിക്കാം. Sometimes it may be a person. നിങ്ങളെ ആ എത്തിക്കേണ്ടത് എത്തിക്കുന്ന വരെ അവർക്ക് റോളുള്ളൂ. Because that person's role is to lead you till where you have to go. അത് കഴിയുമ്പോൾ പിന്നെ അവരെ അന്വേഷിക്കരുത്. After that you don't look for them. ഇങ്ങനെയുള്ള ചില നക്ഷത്രങ്ങൾ ദൈവം നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് അയക്കാറുണ്ട്. Every one of our lives God sends such stars into our life. ചിലരെ ചില കാലത്തേക്കും ചിലരെ എല്ലാ കാലത്തേക്കും എന്ന് പറയുന്നതൊന്നും അല്ലിത്. It's not that God gives people for some time or for every time. Few for forever, Yes. some for some time. അതുമല്ല ഈ പറയുന്നത്. It's not that. ഇത് ദൈവിക ഇടപെടലിലേക്ക് നാം പോലും അറിയാതെ നമ്മെ കൊണ്ടുപോകുവാൻ ദൈവം ഉപയോഗിക്കുന്ന ചില വ്യക്തികളാണ്. God uses people for that so that you can have an encounter with God. ഇത് ഇവിടെ നമ്മൾ ഇവരെ സ്റ്റാറിനെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. They're seeing the stars like that. അവിടെ എത്തി സ്റ്റാറിനെ പിന്നെ കാണാനില്ല. Once they reach the destination, there's no more star there. ഇത് യഥാർത്ഥ ഒരു ശുശ്രൂഷയുടെ പ്രതിഫലനമാണ്. That's the reality of a ministry. യഥാർത്ഥ ശുശ്രൂഷയുടെ പ്രതിഫലനം ഇത്. എത്തേണ്ടടുത്ത് എത്തിക്കുക, വിട പറയുക, ബൈ ബൈ. Just make them reach the destination and then say goodbye. അതാണ് യഥാർത്ഥ ശുശ്രൂഷ. That's the real ministry. നിങ്ങളെ കാണേണ്ടതുപോലെ കാണിക്കുക ഒരു കാര്യം, വിട പറയുക, ബൈ ബൈ. Hallelujah. Even Moses was like that. Moses was called as the deliverer. Yeah. But he wanted to go into the promised land. God said, "No, stop here." മോശ വിമോചകനായി വിളിക്കപ്പെട്ട ആളായിരുന്നു. മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിൽ പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ മോശയോട് ദൈവം പറഞ്ഞു, വേണ്ട അങ്ങോട്ടൊന്നും പോകണ്ട. ഇത് അങ്ങനത്തെ സ്റ്റാർസ് ഒത്തിരി ഉണ്ട്. There's a lot of stars like that. ഈ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റാർസിനെ ദൈവം അപ്പോയിന്റ് ചെയ്യാറുണ്ട്. God appoints such stars in people so that they can have an encounter with അത് God. കാണുന്നത് വരെ നമ്മൾ ഇങ്ങനെ വാണ്ടർ ചെയ്തോണ്ടിരിക്കും. Unless you see that, we keep on wandering. അത് കണ്ടുമുട്ടുന്നതോടുകൂടെ നമുക്ക് മനസ്സിലാവും, ഓ, I am in the right direction. Once you meet them, then you will understand, I am in the right direction. ഞാൻ ആ കൃത്യമായ വഴിയിലൂടെയാ So പോയിക്കൊണ്ടിരിക്കുന്നത്. I'm traveling the right path. ഇവിടെ അത് തന്നെയാ കണ്ടത്. രാജാവ് പറഞ്ഞു കേട്ടിട്ട് അവർ പുറപ്പെട്ട് കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പായി നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. And when they heard the king, they went away, and behold, the star was leading them, and until arriving at the place where the child was born. അവിടെ വന്ന് നിൽക്കുകയാണ്. The star is standing there, right there. ഞാൻ ആ ഒരു പിക്ചർ കാണുകയാണ്. ഇത് എങ്ങനെയായിരിക്കണം അവര് ഇതിനെ ഐഡന്റിഫൈ ചെയ്തത്? How could they identify it? ശിശുവിന്റെ അതിന്റെ മേളിൽ വന്ന് നിൽക്കുകയാണത്. That's the reason. Maybe it's an angel. ഇത് ഒരുപാട് ഉയരത്തിലാണെങ്കിൽ എങ്ങനെ ഇവർക്ക് ഇത്? If it's so high, how can they see it? അല്ലല്ല, എന്നാലും അതിന്റെ കറക്റ്റ് താഴെ എവിടെയാന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. Focusing it. ഉയരം കൂടുന്തോറും ഫോക്കസ് ചെയ്യാൻ പാടാണ്, താഴും തോറും ഫോക്കസ് ചെയ്യാൻ എളുപ്പമാണ്. Yeah, the more it's high up, it's difficult to focus. The more it comes down, it's easy to identify. എനിക്ക് തോന്നുന്നു അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന തരത്തിൽ ഇത് വന്നു നിന്ന് കാണണം. Maybe at that position of the height, it came down. ഞാൻ എപ്പോഴും ചിന്തിക്കും ഈ ദൈവിക ഇടപെടലിനെ കുറിച്ച്. I often think about the encounters with God. നമ്മൾ പറയുന്നത് പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളിടത്ത് നമ്മൾ ചെല്ലണമെന്നാ. We may think that if you want an encounter, you have to reach that place where such it's not encounter. So if you need opportunity, then you have to go to the place where you will get opportunities. മനസ്സിലായി? അതായത് നിനക്ക് അവസരം വേണം, അവസരം കിട്ടാൻ സാധ്യതയുള്ളിടത്ത് നീ ചെല്ല്, എന്നാൽ നിനക്ക് അവസരം കിട്ടും. അതാണ്. If you want to have an opening or an opportunity, you have to go to such places where there is an opportunity available. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് നിനക്ക് അവസരം വേണം, നീ ഉള്ളിടത്ത് ഞാൻ അവസരം കൊണ്ടുവരാം. Hallelujah. But God's way is different. You want an opportunity, well, I'll bring the place right there before. നീ അതിനെ പുറകെ പോകണ്ട. You need not go after it. അതാ ഇവിടെ കാണുന്നേ. That's what you see here. ശിശു ഉള്ളത് പുൽത്തൊഴുത്തിലാണ്. The child is in the manger. രാജകൊട്ടാരത്തിലാണ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എല്ലാരും പറയുന്നത്. It's not in the palace. If it's in the palace, it's easy to get it.
പക്ഷെ കർത്താവ് പറയുകയാണ് വിജന സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാം. I'll bring in the desert place. ഇതേ കാര്യം തന്നെ നമ്മള് ബ്രെഡിനെ വികസിപ്പിച്ചു കൊടുത്തിടത്തും കാണുന്നത്. Yes, in the wilderness. അവര് പറയുന്നത് ഇത് വിജനസ്ഥലമായതുകൊണ്ട് സാധ്യതയില്ല. Where the multiplication of the bread took place, they said, "It's a desert. Is it possible?" അവസരം തേടി നമുക്ക് അങ്ങോട്ട് പോവാം. God gives us a place, opportunity. കർത്താവ് പറയുന്നു അവസരം നിന്നെ തേടി വരും. But God saying the opportunity will start coming. Be there in the place where you are. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ നിൽക്ക്. ജ്ഞാനികൾ വരാൻ വേണ്ടി കൊട്ടാരത്തിൽ പോയി കിടക്കണ്ട. For the wise men to come, you need not be in the palace. അതാ നമ്മുടെ തിയറി. That's our theory. ജ്ഞാനികളൊക്കെ വരേണ്ടതല്ലേ, കൊട്ടാരത്തിൽ പോയി കിടന്നേക്കാം. So the wise man has to come. So why don't we go and stay in the palace? ജ്ഞാനികളെ വരുത്താൻ വേണ്ടി കൊട്ടാരത്തിൽ പോയി കിടക്കണം. We not go to the palace to bring the wise men. ഉൾത്തൊട്ടി കിടന്നാൽ മതി, അവിടെ കിടന്നാൽ മതി. ജ്ഞാനികൾ അവിടെ കൊണ്ടിരിക്കാൻ. Stay wherever you are. God will bring the wise men to you. ഇവിടെയാണ് ആ ദൈവത്തിന്റെ മുഖം നമ്മൾ അറിയേണ്ടത്. Yeah, that's where you see the face of God. ഹല്ലേലൂയ. Hallelujah. എന്നെ ഇത് ഭയങ്കരമായിട്ട് പിടിച്ചു കൊലുക്കുന്നു. കാരണം ആള് കൂടാൻ സാധ്യതയുള്ള അവിടെ, ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ള ഇവിടെയാ. കുറച്ചുകൂടെ എനിക്ക് അവസരം കിട്ടുന്ന അവിടെ ചെന്നാലായിരിക്കും. ഇതായിരിക്കും നമ്മുടെ ചിന്ത പോകുന്നത്. നമ്മുടെ ചിന്ത പോകുന്നത് അവനോടൊന്ന് സംസാരിച്ചു നോക്കാം, അവൻ വഴിയായിരിക്കും എനിക്ക് എന്നേലും ഉണ്ടാകുന്നത്. കാരണം അവന് കുറച്ച് സ്വാധീനമൊക്കെ ഉണ്ടെന്ന് ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. So I may talk to him because he had some influence. So I will talk to him and he may guide me. അവൻ എന്നെ അങ്ങോട്ട് റെപ്പൻഡ് ചെയ്ത അവിടെ എനിക്ക് താമസിക്കാൻ അവസരം തന്നെ, ഞാൻ അവിടെ പോയി താമസിച്ചാൽ അവര് വരികയും അവരെ ഞാൻ കാണുകയും അങ്ങനെയൊക്കെ എനിക്ക് കയറി പോകാൻ കഴിയും. അയ്യോ ഇപ്പൊ ഇത് അവരെന്നെ വിളിക്കുന്നില്ല, എല്ലാം പോയി. നോ. Hallelujah. Be there the place where you are. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ആയിരിക്കുക. അത് പുൽത്തൊഴുത്താണ്, സാരമില്ല, അവിടെ നിൽക്കുക. Yeah, wherever it is, be there. അവിടെ വരും നിന്നെ തേടി. God will come searching for you. Opportunities നിന്നെ തേടി വരും. All the opportunity will come searching for ജ്ഞാനികൾ you. നിന്നെ തേടി വരും. Wise men will come for you. 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സകല സമ്പാദ്യവുമായിട്ട് വരേണ്ടവൻ നിന്നെ തേടി വരും. For 33.5 years to live and survive for all the wealth they brought in when he was born, right there. To start an economy. What an amazing way God has done it. ഞാനാ ചിന്തിക്കുന്നത്. That's how we think. നമ്മളിവിടെ വായിക്കുമ്പോ എന്താ, കുറച്ച് കുന്തിരിക്കം കൊണ്ടുവന്നു, കുറച്ച് We think that they brought some little Frankenstein and മീറ കൊണ്ടുവന്നു. രാജാവ് പറഞ്ഞിട്ട് അവര് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഹെരോദ് നിക്ഷേപ മാത്രം തുറന്നു. 11-ാമത്തെ വാക്യം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെയും അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്യും. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. And entering the house, they found the boy with his mother Mary, and so falling prostrate, they adored him, and opening their treasures, they offered him gifts, gold, frankincense, and myrrh. Hallelujah. സാധാരണയായ ഒരു കുടുംബം കഴിഞ്ഞ ഒരു മാസം മുമ്പ് മുതൽ അനുഭവിക്കുന്നത് അപ്രതീക്ഷിതമായ പലായനങ്ങളാണ്. See, an ordinary family, but they have been traveling from places to places, unforeseen circumstances happening in their life. ആക്സിഡന്റ്സ് പോലുള്ള സർക്കംസ്റ്റൻസസ് ആ വരുന്നത്. From one to other. ഇവരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ സർവൈവിങ്ങിന് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. Concerning them, they don't know how to survive next day. ഇതിനകത്ത് ഈ ചർച്ച് ഫാദേഴ്സിന്റെ ഒരു ബ്യൂട്ടിഫുൾ കോട്ട് ഉണ്ട്. അതായത് if you need finance, if you need provisions, God will bring provision the place where you are. അതാണ് അതിന്റെ ബ്യൂട്ടി ആയിട്ട് നമ്മൾ കാണേണ്ടത്. 33 വർഷം ഈ ഭൂമി ജീവിക്കാനുള്ള സകല സമ്പത്ത്, അതാണ് ഈ ഒട്ടകത്തിന് മേളിൽ കൊണ്ടുവന്നു പറയുന്നത്. 33 and till then to survive, the whole wealth was brought there. അവിടെ കൊണ്ടുവന്നു. അത് It was brought there. നേരത്തെ പറഞ്ഞു വെച്ചു. Before it was foretold. കൊണ്ടുവന്ന് കാൽക്കൽ വെക്കുകയാണ്. They brought him right there and kept at his feet. ഇത് മൂന്നും ഈശോയുടെ 3 ഫേസസ് ആണ്. Gold, frankincense, and myrrh are the 3 faces of Jesus. Hallelujah. അവന്റെ പൗരോഹിത്യത്തെ കണ്ടു. അവനിലെ ദൈവത്വത്തെ കണ്ടു. Divinity, priesthood, അവനിലെ രാജ്യത്വത്തെ കണ്ടു. and the kingship. അതായത് 3. That's what the 3 things. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാ ചോദിക്കുന്ന, രാജാവായി പറഞ്ഞവൻ എവിടെ? Where is the king? ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ചോദ്യമില്ല. It's not in that. യോഹന്നാനിൽ ഒട്ടുമില്ല. Not in John or Luke. മാർക്കോസിൽ ഈ ചോദ്യമില്ല. Not in Mark. ഇത് രാജാവായി പറഞ്ഞവൻ ഈ ചോദ്യം മത്തായി മാത്രമേ കാണൂ. You find only in the Matthew gospel. Where is the king born? മത്തായി സുവിശേഷം യഹൂദരോട് സംസാരിക്കുമ്പോൾ മത്തായി വരച്ചു കാട്ടുന്നത് രാജാവായ ക്രിസ്തുവിനെയാണ്.
In Matthew Gospel, he's painting as Jesus as the king. അതുകൊണ്ടാണ് രാജാവിന്റെ അടുക്കൽ കാഴ്ച അർപ്പിക്കുകയാണ്. That's why they're coming, bring gifts to the king. എന്നാ ഇതിന്റെ കോണ്ടെക്സ്റ്റ്? What is the context of it? അന്യ രാജ്യത്തു നിന്നുള്ള രാജാക്കന്മാര് മറ്റു രാജ്യത്തിലേക്ക് വരുമ്പം കാഴ്ച അർപ്പിക്കും. Because when the kings from other countries, they come to this king, they bring gifts. അതാ ഈ കാണുന്നേ. That's what you see here. നമ്മള് കാണുന്ന അമ്മയെന്ന് പോലും വിളിക്കാൻ പ്രായമില്ലാത്ത ഒരു കുഞ്ഞിനെ അല്ല. It's not the child. I mean, we think it's a ഇതൊരു പുതിയ രാജാവും പുതിയ രാജ്യവുമാണ്. It's a new king and a new kingdom. Hallelujah. ഇവിടുത്തെ രാജാക്കന്മാർ അറിഞ്ഞു ഒരു പുതിയ കിങ്ഡം തുടങ്ങിയെന്ന്. The kings, they knew there's a new kingdom has come there. അവര് കാണാൻ വന്നിരിക്കുക കാഴ്ച അർപ്പിച്ച്. This king, the wise men has come to see the king. അങ്ങനെ വരുമ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു രാജാവ് മറ്റു രാജാവിനെ കാണാൻ പോകുന്നുവെങ്കിൽ അവരുടെ രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ളതുമായിട്ടാണ് കാണാൻ പോകുന്നേ. When a king from another country goes and visit a king, he brings the best gifts. അങ്ങനെ കാണാൻ പോകുന്നേ. That's the usual thing. അതാ അവരുടെ സ്റ്റാൻഡേർഡ്. That's the standard. പുതിയൊരു രാജ്യം വന്നിരിക്കുന്നു. A new kingdom has come. അതാണ് ദൈവരാജ്യം. That's the kingdom of ആ God. ദൈവരാജ്യത്തിന്റെ രാജാവ് കിടക്കുന്നു. And the king of the kingdom അതാണ് is നമ്മുടെ there. കർത്താവായ യേശുക്രിസ്തു. That is Lord Jesus Christ. 1.5 മാസത്തെ പാലായനത്തിൽ എടുത്തു വെക്കാൻ കൈക്കാശ് കയ്യിലില്ലായിരിക്കാം ഈ സമയത്ത്. You may not have any money left with you. ഹല്ലേലൂയ. ഈ വഴിയാത്രക്കിടയിലുള്ള പ്രസവവും അതിനിടയിലുള്ള പരിഭവവും അതിനിടയിലുള്ള കാര്യങ്ങളും വഴിയമ്പലത്തില് കിട്ടായി എല്ലാം അതിന്റെ അകത്ത് നിൽക്കുകയാണ്. All the difficulties in the traveling, they do not even find a place to rest. നമ്മൾ പറയും ഓക്കെ ഫിനാൻസ് സോഴ്സസ് അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. Yes, we talk about finances and resources. പാർട്ട്നേഴ്സ്, സ്പോൺസേഴ്സ്, അതൊക്കെയാ ലാംഗ്വേജ്. നോ 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 നോ. Kingdom is different. Kingdom life is different. Hallelujah. ദൈവരാജ്യത്തിലെ ജീവിതം വ്യത്യസ്തമാണ്. Hallelujah. The life in the kingdom is entirely different. ചിലരെ ദൈവം പറഞ്ഞാക്കും. God will sometimes call them. ചിലരെ ദൈവം അപ്പോയിന്റ് ചെയ്യും. Some God appoints. ഇവര് ഒരുപക്ഷെ ഈ വെൽത്ത് മുഴുവൻ സൂക്ഷിച്ചു വെച്ചത് ഇങ്ങനെ ഒരു മിഷന് വേണ്ടിയായിരുന്നു. They have kept all the wealth for this particular mission. വർഷങ്ങളായിട്ട് അവർ സമ്പാദിക്കുകയാണ്. Years they have been എന്നതിനെ സമ്പാദിക്കുന്നത് അവർക്ക് പോലും അറിയില്ല. They didn't know for what purpose. പക്ഷെ അവരെ കൊണ്ട് സമ്പാദിപ്പിക്കുകയാണ്. But God was making them make wealth. അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്നു, ഞങ്ങൾ എന്തിനാ ഈ സമ്പാദിക്കുന്നത്? They may be asking, why should we amass all this wealth? ഞങ്ങൾക്ക് ജീവിതത്തിന് ഒന്നും നേടാനില്ല. We don't want to have anything in this life. See, when God connects, Hallelujah. there will be usage. Hallelujah. There will be a mission. There will be a task or goal to be accomplished. Divine appointment. That's the divine appointment. That's Yes, the beauty exactly. of the divine appointment. It's the right time He connects you with the people. കൃത്യസമയം പറഞ്ഞെടുത്തു. The right പൊന്നെടുത്തു. The right time He brings people into your life. അന്നും ഇന്നും എന്നും പൊന്ന് വളരെ വിലപ്പെട്ടതാ. In those days and right now and later also, the gold is so precious. മീറയും ആ കാലത്ത് വിലപ്പെട്ടതാ. Even myrrh is so precious. കുന്തിരിക്കവും ആ കാലത്ത് വിലപ്പെട്ടതാ. Frankincense is also so precious those days. നമ്മൾ കുന്തിരിക്കുവോ, ഞങ്ങൾക്ക് ഇവിടെ കട കിട്ടുന്നതിന്റെ പേര് കുന്തിരിക്കൊന്നൊന്നുമല്ല. We may say it's frankincense, we get it in the shop. That's not real frankincense. യഥാർത്ഥ കുന്തിരിക്ക എന്ന് പറയുന്നത് വേറെ ലെവലാണ്. Real frankincense is another level. അതിനകത്ത് നിന്നാണ് പല സാധനങ്ങളും വരുന്നത്. Out of it you make so many things, perfumes and everything. നമ്മളിപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ഒരു ഷോപ്പിംഗ് മോൾ ഫുള്ള് ഫ്രാഗ്രൻസ് ഉണ്ടാക്കുന്നത് ചെറിയ ഒരു അംശത്തിൽ നിന്നാണ്. സോ അത്രയ്ക്ക് പ്രഷ്യസ് ആണ് അത്. എത്ര രൂപയുടെ ഉണ്ട്, ലക്ഷക്കണക്കിന് രൂപ നമ്മൾ വിചാരിക്കും അതിൽ വിലയേറിയ സാധനമായിട്ടാണ് ഇവരെ ദൈവം വിട്ടിരിക്കുന്നത്. കാരണം ഏറ്റവും നല്ലത് കൊടുക്കണമെന്നേ, കാരണം ഏറ്റവും നല്ലതാണ് കിടക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഈ ലോജിക്ക് യോജിക്കാതെ കിടക്കുന്നത് പുൽത്തൊട്ടിൽ, കൊടുക്കുന്നത് ലോകത്തിലെ വിലപിടിപ്പുള്ളത്. ഇതാ രണ്ട് ഫേസ്. ദരിദ്രനായതുകൊണ്ടല്ല ഇവിടെ കിടക്കുന്നത്, അതാ കാണിക്കുന്നത്. പൂർ ആയതുകൊണ്ടോ ദരിദ്രനായതുകൊണ്ടോ അല്ല ഇവിടെ കിടക്കുന്നത്. അവിടെ കിടക്കുന്നത് അതിന്റെ ലാളിത്യം,
That's the humbleness there. ഇത്ര ചെറുതാകാൻ എത്ര വളരണം, അതാണ് ഇവിടുത്തെ ചോദ്യം. Hallelujah. അതാണ്. സോ ഇന്ന് നമ്മുടെ എല്ലാ കണക്കൂട്ടലുകളെയും മാറ്റാം. ഞാൻ അതാണ് ഈ വചനത്തിലൂടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ പ്ലാനുകളെയും മാറ്റാം. ഓ ദൈവമേ, Delete all your plans. അതങ്ങനെയാണെങ്കിൽ, ഇതിങ്ങനെയാണെങ്കിൽ, അതങ്ങനെയും ഇതിങ്ങനെയും ആണെങ്കിൽ, നോ. It's not, if it's like that or if it's like this, no, that's not God's plan. ഞാൻ ഇങ്ങനെയൊക്കെ ആകാൻ കാര്യം എന്റെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാ. I became like this because of my circumstances. No. ഏത് In സാഹചര്യത്തിലും, the midst of any situations, ഏത് ഇടത്തും wherever you are, കർത്താവിന് അത്ഭുതത്തെ കൊണ്ടുവരാൻ കഴിയും. God can bring a miracle into your life. കർത്താവിന് അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ കഴിയും. God can bring a miracle into your life. നിങ്ങൾ പറയാ താഴത്തെ വഴിയെല്ലാം മനുഷ്യൻ അടച്ചു വെച്ചിരിക്കുക. You may say the people have closed all other doors. കർത്താവ് പറയും ഞാൻ മേളി നക്ഷത്രം കാണിക്കാം. But he will say, I'll bring a sign in the star in the sky. ഇതൊന്ന് വിശ്വസിക്കാമോ എന്നോട്? Can you believe this? ബ്രദർ 2021 സ്റ്റെപ്പ് വെച്ചു, പക്ഷെ താഴത്തെ വഴികളെല്ലാം അടഞ്ഞു കിടക്കുക. 2021 we have made a step, but all the doors are closed. മേളി ദൈവത്തിന് അടയാളം കാണിക്കാൻ കഴിയും. But God can bring a miracle up top. മേള അടച്ചു എന്നിരിക്കട്ടെ, Just imagine that is also closed. മനുഷ്യരുടെ ഹൃദയത്തിൽ കർത്താവ് അടയാളം But he can bring a miracle in your heart. And a sign he can bring it. Hallelujah. Do not move from the place where you are now. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ ഇളകരുത്, അവിടെ നിൽക്കണം. അവിടുന്ന് പോരുത്. Don't run from there. നക്ഷത്രത്തോട് പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് സമയത്തിന് മുമ്പേ പോരുത്. Don't run away from the stars. ഒരാളെ തൊട്ട് പറ, നക്ഷത്രത്തോട് പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് don't move that from that place. സമയത്തിന് മുമ്പേ പോരുത്. Don't move it before time. കാരണം നക്ഷത്രത്തോട് പറഞ്ഞിട്ടുണ്ട് ഇന്നടത്ത് കാണും, അവിടെ ചെന്ന് നിന്നോളാം. Because God has already told the stars that go there. പല നക്ഷത്രങ്ങളും ഇപ്പൊ കറങ്ങി നടക്കുക. Many stars are surrounding you. പല നക്ഷത്രങ്ങളും ഇപ്പൊ കറങ്ങി നടക്കുക. എന്നോട് പറഞ്ഞു ഒരുത്തൻ ഇവിടെ ഉണ്ടെന്ന്, ഞാൻ വന്നപ്പോൾ അവനെ ഇവിടെ കാണുന്നില്ല. Because many stars are surrounding and waiting for the right person. Because before the time he arrived, he has already left. അവൻ കുറെ സമയം ഇവിടെ ഇരുന്ന് പിറുപിറുത്തിട്ട് അവൻ എഴുന്നേറ്റ് പോയി. That's our attitude. We start murmuring and complaining when we don't find it in time. Hallelujah. Divine appointed persons ആണത്. See, ഞാൻ കഴിഞ്ഞ ദിവസം ജോസഫിന്റെ ലൈഫിലേക്ക് പോവുകയായിരുന്നു. I went into the Joseph's life. ഈ കച്ചവടക്കാരുമായിട്ട് കണക്ട് ചെയ്യാതെ ഒരിക്കലും ജോസഫിന് മിസ്രൈമിൽ എത്താൻ പറ്റില്ല. Unless he have been connected to that merchants, he cannot reach Egypt. ഈ കച്ചവടക്കാരുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ he has to fall into the pit. നോക്കണം, കച്ചവടക്കാരുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അവൻ കുഴി വീഴണം. കുഴി വീഴണമെങ്കിൽ അവൻ സഹോദരന്മാരാൽ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കപ്പെടണം. You trace it backwards. If Joseph had to be connected to the merchants, he has to fall in a pit. If he has to fall in a pit, the brothers has to reject him into the pit. See, അപ്പം നമ്മൾ കാണുന്നത് എന്താണ്? മിസ്രൈമിൽ പോകുന്നു, second in command. Oh, Joseph, second in command. Come on. But what we see is he's coming rising as the prime minister, second in command to Egypt. Prime minister. Okay, one day I have to. I will be. Okay, come on, get up. ഒരു ദിവസം ഞാൻ prime minister ആകും. Hey, wait. That's not God's way. Be there in the pit because the star is coming there. നിങ്ങൾ കുഴിയിലായിരിക്കും, അവിടെ ഇരിക്കുക, നക്ഷത്രം തേടി നിങ്ങളെ അവിടെ വരും. I'm talking to someone. ഞാൻ ആരോട് സംസാരിക്കുക? I'm talking to someone. Wherever you are, stay there. The star will come looking. കുഴി നിൽക്ക്. You stay in the pit. കുഴി എഴുന്നേറ്റ് പോരുത്. Don't move away from that. അവരിട്ട കുഴിയായിരിക്കാം, വീണ കുഴിയായിരിക്കാം, ഏത് കുഴി ആയിക്കോട്ടെ. Whatever pit you are fallen. Oh, come on. Hallelujah. Someone would have put you there or somehow you would have fallen there. But stay there. ചില കുഴികൾ നമ്മളെ കൊണ്ട് ഇടുന്ന, ചില കുഴികൾ നമ്മൾ വീഴുന്നതാ. Hallelujah. Some of the pits we make ourselves and we fall into it. പക്ഷേ കർത്താവിന്റെ നക്ഷത്രം അവിടെ വരും. But the star of God will come and searching you there. Oh, കർത്താവിന്റെ നക്ഷത്രം അവിടെ വരും. Oh, the star will come searching. നീ വീണ കുഴിയായിക്കോട്ടെ, നിന്നെ വീഴിച്ച കുഴിയായിക്കോട്ടെ, കർത്താവിന്റെ നക്ഷത്രം അവിടെ നിന്നെ തേടി വരുന്നത് വരെ അവിടെ നില്ല. Whatever the pit may be, whether you have fallen or somebody has put you there, the star will come there. Till then you stay there. അതിനിടെ ഓടരുത്. Don't run away from that place. അതിനിടെ ഓടാൻ ഒത്തിരി ടെംപ്റ്റേഷൻ ഉണ്ടാവും. You may have temptations to move away from that place. ഞാൻ കിടക്കുന്ന കുഴിയിലല്ലേ?
I'm in the pit. ഇവിടെ എന്നെ ആര് തേടി വരാനാ? No one will come searching for me. ആരെങ്കിലും വന്നാലും ആരെയും ഇവിടുന്ന് വലിച്ചു കയറ്റുവോ? If somebody comes, how can they pull me up? കേറ്റിയാലും കേറ്റുന്നവർ എന്നെ എവിടെ എത്തിക്കാനാ? How can they take me to the right place? No. വേണ്ട 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 വേണ്ട. No, no. അവിടെ കിടക്ക. Stay there. അവിടെ കിടക്ക. Stay there. അനുവദിച്ച സമയത്തോളം അവിടെ കിടക്ക. Till the time appointed, you stay there. അവിടുന്ന് പൊക്കിക്കൊണ്ട് പോകും. God will lift you up from there. പൊക്കിക്കൊണ്ട് പോകും. He will lift you up from there. കൃത്യ സമയത്ത് പൊക്കിക്കൊണ്ട് The പോകും. right time is right time. അപ്രതീക്ഷിതമായ ഉയർച്ച ഉണ്ടാവും. He will lift you up. നക്ഷത്രം നിന്നെ തപ്പി നടക്കേണ്ട ഗതികേട് വരരുത്. Be there in the place where God appointed. Hallelujah. Be there in the place where the appointed time, where the star will come searching for you, not the star searching after you. Hallelujah. കാരണം നക്ഷത്രത്തിന് എന്നെ പോലെ അവിശ്വസ്തനാകാൻ പറ്റില്ല. Because the stars, they cannot go into unbelief like me. നക്ഷത്രത്തിന് എന്നെ പോലെ അവിശ്വസ്തനാകാൻ പറ്റത്തില്ല. നക്ഷത്രത്തിന് പറഞ്ഞവന്റെ പോലെ വിശ്വസ്തരായ പറ്റുള്ളൂ. Hallelujah. We all become unbelief sometimes, but the stars, because ordained by God, they always remain in that faith. They cannot run away. They can't run away, but easily we can. നമുക്ക് ഓടി പോകാൻ പറ്റും. I can run away, നമുക്ക് but ഓടി star പോകാൻ cannot. നക്ഷത്രങ്ങൾക്ക് പറ്റത്തില്ല. See, Hallelujah. it's divine appointed time. That's the divine appointed time. My star, എന്റെ നക്ഷത്രം, My star, അത് എനിക്ക് വേണ്ടി മാത്രം അപ്പോയിന്റ് ചെയ്തു. just for you only. Your star. ഒരു ഹെരോദോസിനും അതിനെ തടയാൻ പറ്റും. No Herodes can deny it. ശരിയാ, ഹെരോദോസിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. Yes, he's the king. He has influence. കൊല്ലിക്കാൻ പറ്റിയേക്കാം. He can pass orders to kill you. ടൈമിങ്സ് ഡോക്ടർ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ആ ടൈമിങ്സ് ആണ്. കൊടുക്കണം, കൊടുത്തിട്ട് എന്നാ ഇത്രയുമായിട്ട് വന്നതല്ലേ, 2 ദിവസം രാജാക്കന്മാർ അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം രാജാവ് ഈ പൂജ രാജാക്കന്മാർക്ക് അവിടെ 2 ദിവസം നിൽക്കാൻ പറ്റില്ല. They cannot stay more than 2 days there. വൈസ്മാൻ അവിടെ നിൽക്കാൻ പറ്റില്ല. Yes. കാരണം വൈസ്മാൻ തിരിച്ചു ചെല്ലുന്നില്ലെന്ന് അറിഞ്ഞാൽ ഉടനെ ഓർഡർ ഇടും. Yes, if the ഹെരോദോസ് 2 വയസ്സ് താഴെയുള്ള എല്ലാത്തിനെയും കൊന്നേക്കാൻ. Yes, Herodes already said, you go and siege and come and tell me. അപ്പൊ ഇതിനിടയിൽ ഇവർ അതിർത്തി വിടണം. They have to go out of the boundary. ഹെരോദോസിന്റെ, നമ്മൾ ചിന്തിക്കുന്ന ഹെരോദോസ് വലിയ ഹെരോദോസ് രാജാവൊന്നുമല്ല. ഹെരോദോസ് എന്ന് പറയുന്നത് ഗവർണറാണ്. Herodes is not a king. He's a governor in that particular province. ഒരു പ്രത്യേക സംസ്ഥാനത്തിന്റെ ഗവർണറാണ്. He's a governor of that particular province. കൈസർ അങ്ങ് റോമിലുണ്ട്. Caesar is there. നമ്മളിപ്പോ വിളിക്കുന്നത് കൈസറെ ഇങ്ങോട്ട് വാടാന്ന് പറയുന്ന പാർട്ടി അവിടെ റോമിലുണ്ട്. ഇപ്പൊ കൈസർ എന്ന് വിളിക്കുന്നത് വേറെ ആള്. അപ്പോൾ അദ്ദേഹം റോമിലുണ്ട്. അദ്ദേഹം ഇവിടെ പീലാത്തോസിനെയും ഹെരോദോസിനെയും ഒക്കെ വെച്ച് ഭരിക്കുകയാണ്. He has appointed governors to rule these provinces. അപ്പൊ ഈ ഹെരോദോസിന്റെ ടെറിട്ടറി വിട്ടു കഴിഞ്ഞാൽ പിന്നെ 2 വയസ്സിലുള്ളവർ കൊള്ളലില്ല. After the territory of Herodes, there's no, you cannot kill the two. ഈ രാത്രി തന്നെ The same night പോണം. you have to go back. അതിനിടെ വൈസ്മാൻ വരുകയും വേണം. The wise man has to come there. ആവശ്യമുള്ള ഗോൾഡ് എല്ലാം കൊടുക്കുകയും വേണം. To give all the wealth. എല്ലാം എടുത്തോണ്ട് പോവുകയും വേണം. And they have to leave that place. ഞാൻ എപ്പോഴും അതിന്റെ അകത്ത് the beauty of divine appointments. Hallelujah. ദൈവത്തിന്റെ ആ correct സമയം. 1 മിനിറ്റ് വൈകാൻ പറ്റില്ല. Not late in 1 minute. Not before time. Not after time even. Hallelujah. In the due time. Yes, in the due time. Before ടൈമിനും ആഫ്റ്റർ ടൈമിനും ഇടയിലുള്ളതാണ് Due time. Hallelujah. ഇതാണ് പത്രോസ്ലിയുടെ ലേഖനത്തിൽ പറയുന്നത്. അവൻ നിങ്ങളെ തക്ക സമയത്ത് Right ഉയർത്തേണ്ടത്. time, he will lift you up with his right hand. ആ റൈറ്റ് ടൈം ഏതാണ്? Which is the right time? ഹെരോദോസിന്റെ ഓർഡർ വരുന്നതിനും ജ്ഞാനികൾ വരുന്നതിനും ഇടയിലുള്ള റൈറ്റ് ടൈം. അത് രാത്രിയിലാണ്. രാത്രിയിൽ മാലാഖ വന്നിട്ട് പറയും, ശിശുവിനെയും അമ്മയെ എടുത്തോണ്ട് വേഗം ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. Hallelujah. The right time, the angel will come and tell, take your child and move away and go to Egypt. ഹല്ലേലൂയ. Hallelujah. 13ാമത്തെ വാക്യം, അവർ പോയി കഴിഞ്ഞപ്പോൾ After they left, അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. after they have gone away, behold, the angel of the Lord ഞാൻ appeared പറയുന്നത് in the വരെ അവിടെ താമസിക്കും. ഹെരോദോസ് ശിശുവിനെ വധിക്കാൻ ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ഈജിപ്തിലേക്ക് പോയി. ഹെരോദോസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ആ ഈജിപ്തിൽ പോയി ഇവരുടെ കണക്കൂടൽ അനുസരിച്ച് ഇവർ എത്ര ദിവസത്തേക്കാ വന്നത്? ഈ ഫാമിലി എത്ര ദിവസത്തേക്കാ വന്നത്? Joseph and Mary, this family. ജസ്റ്റ് വരിക, പേര് ചാർത്തുക, തിരിച്ചു പോവുക. They went to Egypt just to enter their name in the census and then come back. അത്രേ ഉള്ളൂ ഇവരുടെ പ്ലാൻ. That's our plan. ഇതിനിടയിൽ എവിടെ പോയി താമസിക്കണം? In between, where they have to go and stay? ഈജിപ്തിൽ താമസിക്കണം. They have to stay in Egypt. എത്ര നാള് താമസിക്കണം? How long? They have to ഹെരോദോസ് മരിക്കുന്നവരെ stay? താമസിക്കണം. Till Herodes is dead. ഗാനാബീന എങ്ങനെ? Hallelujah. What about their
daily needs, കഴിപ്പും കുടിപ്പും എങ്ങനെ? wealth was given. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എങ്ങനെയാ? Eat and drink. ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എങ്ങനെയാ? Hallelujah. അതെങ്ങനെയാ? അതിനുള്ളത് ഈജിപ്തിൽ പോയി താമസിക്കണം. They have to നമ്മൾ go to 2 ദിവസം ഒരു യാത്രയ്ക്ക് പോവാ. ഡോക്ടർ ഇപ്പൊ 2 ദിവസത്തേക്ക് എറണാകുളത്ത് പോയി ഇരിക്കട്ടെ. ഡോക്ടർക്ക് എറണാകുളത്തേക്ക് 2 ദിവസം പോയി. ഇനി ഡോക്ടർക്ക് ഒരു 4 വർഷത്തേക്ക് ആ പോക്കിന് മദ്രാസിലോട്ടും കൂടെ പോകേണ്ടി വന്നിരിക്കട്ടെ. അപ്പൊ 2 ദിവസത്തേക്ക് പോകാനുള്ള സാധനം ഡോക്ടറുടെ കയ്യിലുള്ളൂ. That's all for 2 days provisions. അതിനുള്ള കയ്യിലുള്ളൂ. Okay. 4 വർഷത്തേക്ക് മദ്രാസിന് പോകണമെങ്കിൽ തിരിച്ചിനി വരാനും പറ്റില്ല. എന്നാ ചെയ്യണം? ആ 4 വർഷം ജീവിക്കാൻ എന്തൊക്കെ വെൽത്ത് വേണം അത് മുഴുവൻ കൊടുത്തു. കൊടുത്തേച്ച് പറഞ്ഞു പെട്ടെന്ന് പാക്ക് ചെയ്തു. Leave immediately. ഇതാ ദൈവിക കണക്ഷൻ. That's the divine connection. അവര് വരുന്നതിന് മുമ്പ് പറ്റില്ല. Not before this wise men come. എന്നാൽ ഹെരോദോസ് രാജാവായി പറഞ്ഞവനുണ്ടെന്ന് അറിഞ്ഞു. But he knew that the king has been born. അന്നേരം യോസഫിനോട് പറഞ്ഞില്ലേ പോവാൻ? He did not tell Joseph at that time to പൂജ രാജാക്കന്മാര് വന്ന് തങ്ങളുടെ നിക്ഷേപം കൊണ്ട് വെച്ച് കഴിഞ്ഞ ഒട്ടനെ പറഞ്ഞു. When the wise men came and gave അവർ all the പോയി gifts, കഴിഞ്ഞപ്പോ കർത്താവിന് തോന്നുന്ന സ്വപ്നത്തെ പ്രത്യക്ഷപ്പെട്ടത് യോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടിക്കൂടി and ഈജിപ്തിലേക്ക് then the പോകാൻ. angel Lord came and said, rise up and ഹെരോദോസ് മരിക്കുന്നവരെ അവിടെ താമസോളം പറഞ്ഞു. stay there till ആ Herod. രാത്രിയിൽ അവർ ഈജിപ്തിലേക്ക് പോയി. The same night, ഹെരോദോസിന്റെ മരണം 15ാമത് ഹെരോദോസിന്റെ മരണം വരെ അവിടെ വസിച്ചു. and they remained there until the death of Herod. അതും പ്രവചനമാണ്. That's it's also അതും പ്രവചനമാണ്. That's a 15ാമത്തെ വാക്യം വായിച്ചു നോക്കും. മത്തായി 15:2 ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു വരുത്തുമെന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്ത് പൂർത്തിയാകാൻ ഇത് സമയം. the Lord through the prophet saying, out of Egypt I will call my son. Hallelujah. Everything in detail has been prophesied. ഇത് നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുക. Hallelujah. Oh my God. Oh my God. Oh my God. എന്നതാ അല്ലേ? Let it bring it to our understanding. അതെ പറഞ്ഞു. The kingdom. ദൈവരാജ്യത്തില് Jesus is right inside you right now. ദൈവരാജ്യത്തെ കർത്താവ് നമ്മുടെ ഉള്ളിലാണ്. For all the promises of God is yes and amen. ഇന്ന് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുയേശുവിൽ ഉവ്വ് ആമേൻ എന്ന് തന്നെയാണ്. So the more you begin to understand and get the revelation of who God is inside, ദൈവം ആരാണ്, എന്റെ ഉള്ളിൽ ഇരിക്കുന്ന കർത്താവ് ആരാണെന്നുള്ള പൂർണ്ണമായി ഞാനത് ഞാൻ വളരും തോറും the more the revelation, the wisdom begins to come out of you. നമ്മളിൽ നിന്ന് നാം അറിയാതെ ഈ ദൈവിക ജ്ഞാനം ഒരു നദി പോലെ ഒഴുകാൻ And തുടങ്ങും. it brings the divine appointments into our life. ഡോക്ടർ ഈ മെസ്സേജ് വേറൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മ കൊണ്ടുപോവുകയാണ്. He brings it right people as divine appointments in our time. ഇത് 2021 നോക്കി ഇപ്പോഴേ സ്വീകരിക്കേണ്ട വചനമാണിത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് വരും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പെർമിഷൻസ് വരും. Yes, promises, permissions. Yeah, the 3 words you were. Yes, promises, permissions. അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് വരും, പ്രോമിസസ് വരും. ആ കറക്റ്റ് ടൈമിലുള്ള ഡിവൈൻ ഇന്റർവെൻഷൻസ് ഉണ്ടാവും. You'll have the right interventions at the right time. എന്റെ ദൈവമേ, 1 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ദൈവിക ഇടപെടൽ ഉണ്ടാവും. God's encounters will be the right time. ഒരാമേൻ പറഞ്ഞു, ഒരാമേൻ പറഞ്ഞു, ഒരാമേൻ പറഞ്ഞു, ഒരാമേൻ പറഞ്ഞു, Amen to that. ഒരാമേൻ പറഞ്ഞു. ആ കൃത്യസമയത്ത് The right time. നാളെ നേരം വെളുത്താൽ ശിശു അവിടെ ഉണ്ടാകത്തില്ല. Early morning, the child is not going to be there. ആ ടൈമിൽ കിട്ടും, The time. ഡിലേ ആവത്തില്ല. There is no delay there. എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, എന്താ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്? And we may think, why this is happening in my life? അപ്പൊ കർത്താവ് പറയും, ഞാൻ 400 വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുക ഈജിപ്തിൽ നീ എന്റെ മോനെ വിളിച്ചു വരുത്തും. Yeah, 4,000 years I prophesied that I am going to Look call at the back. beauty of God's plan. അതെ, ദൈവത്തിന്റെ ആ ദൈവിക പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അരെ, Hallelujah. ദൈവത്തിന്റെ ഭയങ്കര പദ്ധതിക്കകത്താ ഞാനും നിങ്ങളും ഉള്ളത്. You and I are in the plan and purpose of God. പാതിരാത്രി കൊച്ചിനെ വിളിച്ചോണ്ട് In the night, ഓടുന്ന ഒരു അപ്പനെ അമ്മയെ നോക്കിയിട്ട് നമ്മൾ പറയും, ഓ ദൈവമേ, പ്രസവിച്ച ദിവസം പോലും ആകുന്നതിന് മുമ്പ് ഈ കൊച്ചിനെ എടുത്തോണ്ട് ജെറുസലേമിലേക്ക് ഈജിപ്തിലേക്ക് ഓടുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ. ഞാൻ കർത്താവ് പറയണം, ഇതെല്ലാം നേരത്തെ എഴുതി വെച്ചിരിക്കും. it's all written ഈജിപ്തിൽ before that. ഈജിപ്തിൽ പോകും, Go to Egypt. ഈജിപ്തിൽ പോകും, ഈജിപ്തിൽ പോകും, ഈജിപ്തിൽ പോകും, ഈജിപ്തിൽ പോകും, ഈജിപ്തിൽ പോകും. 6 മാസം ആയിരം കൊണ്ട് ഓടുന്നതിന്റെ ദണ്ണം ബാക്കിയുള്ളവർക്ക് അറിയാം. എന്നാ ചോരക്കുഞ്ഞിനെ Taking കെട്ടിപ്പിടിച്ചോണ്ട് a 6-month-old child, we know the difficulty. Then how then the child has been born 1 day old. അത് നേരെ ഇന്നത്തെ കാലത്തെ പോലെ എമർജൻസി ഒക്കെ ഇരിക്കുക. ട്യൂബ്ലൈറ്റും
സോളാർ ലൈറ്റും ഒക്കെ ഇരിക്കുക, ഒന്നുമില്ല. Hallelujah. അന്തോ കത്തിച്ചായിരിക്കും ഓടിയത്. എങ്ങോട്ട് ഓടണം? അതിര് വിടണം, You have to reach the boundary രാത്രി വിടണം, in the same night. ചോരക്കുഞ്ഞുമായിട്ട്. ആ newborn ഓട്ടത്തില്, child. ഓ ദൈവമേ നീ കാണുന്നില്ലേ? We may ask, well, Lord, are you not seeing this? കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. But he has been written. ഇപ്പൊ കാണുന്നില്ലെന്നല്ല, 400 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ട് എഴുതി വെച്ചിരിക്കുക. അവിടെ പോയിട്ട് എന്റെ 400 കൊച്ചിനെ, days back it has എന്റെ been മകനെ ജെറുസലേം ഈജിപ്തിൽ നിന്ന് ഞാൻ വിളിച്ചു വരുത്തും. I'm going to call my son ഇതാ out of ഇതാ Egypt. ഇതാ 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 പ്രവചനം. Hallelujah. Similarly, in our life, everything, God is in your story ദൈവം നിന്റെ കഥയിലുണ്ട്, and in your journey. ആ ദൈവം നിന്റെ കഥയിലുമുണ്ട്, നിന്റെ യാത്രയിലുമുണ്ട്. Because he is a God who has gone into your tomorrows. ആ ദൈവം നിന്റെ ദൈവം, ആ ദൈവം നിന്റെ നാളുകളിൽ സഞ്ചരിച്ചിരിക്കുന്ന ദൈവം. He knows all the difficulties that you face in this. He knows every difficulty that you are going to face right beforehand. Thank you, Lord Jesus. Hallelujah. നിങ്ങൾ ഈ യാത്രയിലിടെ നിങ്ങൾക്ക് എവിടെല്ലാം വൈഷമ്യങ്ങൾ വരും, എവിടെല്ലാം പോരായ്മകൾ വരും, എവിടെല്ലാം വീഴ്ച വരും, മുന്നമേ അറിഞ്ഞൊരു ദൈവം, പോക്ക് വഴി ഒരുക്കിയൊരു ദൈവം ഇന്ന് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. നേരത്തെ എഴുതി വെച്ചിരിക്കുക, ഈജിപ്തിൽ നിന്ന് എന്റെ മകനെ വിളിച്ചു വരുത്തും. Hallelujah. It's been written, out of Egypt I'll call my son. Hallelujah. 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 Thank you, Lord. That's the faithfulness of God. Hallelujah. കണ്ണടച്ച് ദൈവത്തെ വിശ്വസിക്കും. Hallelujah. Just blindfolded, believe him. ഇട്ടച്ചു പോയവരൊക്കെ പോട്ടെ, Hallelujah. ചേർത്ത് പിടിക്കുക കർത്താവിനെ. Keep him close to your heart. ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറ, ഈ ദൈവം എന്റെ ദൈവം. Out of your heart say it. Even if you leave, he said, I will never leave you nor forsake you. Hallelujah. അദ്ദേഹം പറഞ്ഞു നമ്മളെ ഒരു നാള് കൈവിടില്ല, ഒരു നാള് ബ്രദറെ, ഉപേക്ഷിക്കില്ല. എന്നാ ഇത്? What is this? എന്നാ ഇത്? എനിക്കിത് മനസ്സിലാവുന്നില്ല. Hallelujah. ഇത് എന്നാ ഒരു ദൈവിക ഇടപെടല? What's this? The divine encounter. ശപിച്ച് പ്രാഗിയായിരിക്കാം ഞാൻ ഈജിപ്തിലേക്ക് പോകുന്നത്. അവരങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ഒരു ഹോളി ഫാമിലിയാ. They left Egypt. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ശപിച്ച് പ്രാഗിയായിരിക്കാം ചോരക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഈജിപ്തിലേക്ക് പോകുന്നത്. കർത്താവിന്റെ വചനം 400 കൊല്ലം മുമ്പ് യെശയ്യാവിലൂടെ എഴുതി, ഞാൻ എന്റെ മകനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചു വരുത്തും. Hallelujah. 400 years back it has been written that I called my son out of Egypt. Look at the precision timing. Hallelujah. Doctor, we are privileged to preach this. Yes, you're so privileged to preach this good news. That's the good Oh news. my God. The world will give only bad fear news. അതായത് ലോകത്തിന് കൊടുക്കാനുള്ളത് ഭയം നിറഞ്ഞ വാർത്ത. Corona pandemic fear. Fearful. But that's not the good news. We have the good news. That God is in the right time. ഇതെന്ത് ഈജിപ്തിലേക്ക് പോയി എന്റെ മകനെ വിടും, ഞാൻ അവിടുന്ന് വിളിച്ചു വരുത്തുന്ന എഴുതിയിരിക്കുന്ന എന്തിനാ മത്തായി അവിടെ എഴുതുന്നേ? വിശുദ്ധ മത്തായി എന്നത്തിനാ അത് എഴുതി ചേർത്ത്? Why Matthew is writing this, I'll call my son out of Egypt. ഇതുപോലെ പാലായനം ചെയ്തോണ്ടിരിക്കുന്നവരാ നിങ്ങളും ഞാനും. Many of us are in this journey, such journey. അയ്യോ, ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നേ. The Bible says we are pilgrims. നമ്മള് പരദേശികളാണ് ബൈബിൾ. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നേ. Why I'm standing here? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയേ? Why I reached there? ഞാൻ എന്നെ ഈ ചെയ്തോണ്ടിരിക്കുന്നേ. What I'm doing? ഇതൊന്നും അല്ല ഞാൻ എന്നെ കുറിച്ച് എന്റെ ജീവിതത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. Those are not my plans in my life. ഞാനിതൊന്നും ചിന്തിച്ചതല്ലോ. I've not thought about it. പക്ഷെ ഇതെല്ലാം മുന്നമേ എഴുതി വെച്ചിരിക്കുക. It's all been written beforehand. ഇത് അങ്ങനെ ആയേ പറ്റൂ. It has to be like that only. ഒളിച്ചോടാൻ പറ്റില്ല. You cannot leave the place. Hallelujah. യേശുവേ, നന്ദി കർത്താവേ. Hallelujah. I'm excited to see Yes, exactly. what God is doing in 2021. 2021 ദൈവം എന്ത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെ ഏത് ഈജിപ്തിലേക്ക് വേണമെങ്കിലും പാലായനം ചെയ്യാം, ഒരു കുഴപ്പമില്ല. Hallelujah. പ്രവചനം കിടക്കുക, അവിടുന്ന് ഞാൻ വിളിച്ചു വരുത്തും. The prophecy is there. I will call my son out of അവിടുന്ന് ഞാൻ Egypt. എന്റെ മകനെ വിളിച്ചു I'll വരുത്തും. call my son out of Egypt. അയ്യോ, ഡിവൈൻ അപ്പോയിന്റ്മെന്റ്സ് നടക്കാൻ പോവാ. Divine appointments are going to take place. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡിവൈൻ Many അപ്പോയിന്റ്മെന്റ്സ് people നടക്കാൻ are പോവാ. going to have divine സാഗ appointments. കൂടെ എഴുന്നേറ്റോ സഹോദരൻ. Rise up, rise up, സാഗയുടെ കൂടെ എഴുന്നേറ്റോ. rise up. തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയോ. Hallelujah. Leap and start shouting. പരിധിയില്ലാതെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയോ. Hallelujah. ഇന്ന് ഈ കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ You തുടങ്ങി. have to go see the fullness of God, the glory of God. ഒത്തിരി ചോദ്യമൊന്നും വേണ്ടി കാണും. Not much of questions. മിണ്ടിപ്പോരെ. 2021 മിണ്ടിപ്പോ ചുപ്രകോ. 2021, shut your mouth. മിണ്ടിപ്പോരുത്. Shut your mouth. ഈജിപ്തിലോട്ടാണോ കെട്ടിപ്പറക്കി പോക്കോണം. If you're supposed to go to Egypt, go there. എഴുതി വെച്ചേക്കുക.
It's written. അവിടുന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരും. Out of that I'll call my son. അത് നിവൃത്തിയായേ പറ്റൂ. That has to be fulfilled. അത് നിവൃത്തിയായേ പറ്റൂ. That has to be fulfilled. പോകുന്നതിന് മുമ്പ് Before you go, അവിടെ ചെന്ന് ജീവിക്കാനുള്ളത് മുഴുവൻ കൈ തരും. before you go there, every wealth will be given to you. ദൈവം നിന്നോട് പറയും, നീ ചുമക്കുന്നത് രാജാവിനെയാ. Because you are lifting the king. നീ ചുമക്കുന്ന You രാജാവിനെയാ. are serving the king. I am excited. Hallelujah. ആ രാജാവ് നമ്മുടെ ഉള്ളിലുണ്ട്. He lives inside you. Hallelujah. ദയവ് ഈ സന്ദേശം നിങ്ങൾ വേറെ ആരോടും ഷെയർ ചെയ്തേക്കരുത് പ്ലീസ്. Hallelujah. Hallelujah. ഇതിന്റെ ലിങ്ക് ഒന്നും എടുത്ത് ആർക്കും അയച്ചു കൊടുത്തേക്കരുത് പ്ലീസ്. അവരെങ്ങാനും അനുഗ്രഹിക്കപ്പെട്ടാലും Hallelujah. വെറുതെ നമ്മളായിട്ട് എന്തിനാ വേറൊരാളുടെ അനുഗ്രഹത്തിന് കാരണമാണ്. Thank you, Lord. Hallelujah. ഇതൊന്ന് കാണുക. Open your eyes and see this truth. നിങ്ങൾ എത്ര ശക്തനായ ഒരു അഭിഷിക്തനാണ്. നിങ്ങളുടെ കണ്ണു തുറന്ന് നിങ്ങളൊന്ന് കണ്ടേ. Open your eyes and see. Everything has been written about you. എനിക്ക് ഇത്ര തുറക്കപ്പെടുന്നെങ്കിൽ അങ്ങേക്ക് ഇത് എത്ര അധികം തുറക്കപ്പെടും. Hallelujah. ഇതൊന്ന് എലാബറേറ്റ് ചെയ്തേ. Look at the big picture. വലിയ സ്ക്രീൻ കണ്ടേ. Look at the big picture. Hallelujah. One by one. Everything one by one. Written. It's going to be fulfilled in every one of your lives. Hallelujah. നിങ്ങൾ ഏത് കുഴിയിലായിരുന്നാലും ആ കുഴിയിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ഒരു നക്ഷത്രം അവിടെ വരുന്നുണ്ട്. Stay there. That star will lead you out of that pit. And out of the pit will come the fullness. And you will reach the destination because the Creator lives inside you. നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ മതിയായ ഒരുവനാണ് നമ്മൾ ഇരിക്കുന്നത്. മനസ്സിൽ നിന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും ചോദിക്കുന്നത് മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. Oh God. Thank you, Lord. How faithful. എത്ര വിശ്വസ്തനാണ്. ഞങ്ങൾ അവിശ്വസ്തരായിരുന്നപ്പോഴും അങ്ങ് എത്രയധികം വിശ്വസ്തതയാണ്. Lord, we love you. We honor you, Lord. We honor you for your faithfulness in life. Thank you, Lord. We praise you. We worship you, for you alone are worthy. Look at the big picture. Look at the big picture. Hallelujah. എന്റെ ദൈവമേ, Hallelujah. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാവശ്യത്തിന് മുമ്പിലും എന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ദൈവ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. For this love of this God, I just cannot stand. Oh God, How
loving you are. അങ്ങ് എത്ര ഉന്നതനാണ്. Oh, you're so great, your Lord. We just surrender before you, Lord. Just the wise men from the east and came and prostrated before you, Lord. അതുപോലെ ഞങ്ങളും സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഈ സ്നേഹത്തിന് മുന്നിൽ. നന്ദി കർത്താവേ. Can you repeat that sentence again? In your pit, wait there. Your star will be there, coming there. നിങ്ങൾ ഏത് കുഴിയിലായിരിക്കുന്നോ അവിടെ തന്നെ നിങ്ങൾ നിൽക്കുക. Wait there. Wait there. Wait there because the star is coming right, searching for you. നിങ്ങളെ തേടിയ നക്ഷത്രം അവിടെ വരുന്നുണ്ട്. And will lift you out of that pit. കാരണം നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. His faithfulness. His faithfulness. Forever. പലപ്പോഴും നമ്മൾ മനസ്സിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഇല്ല, ചങ്കിലെ ചോര എന്ന് വിലയ്ക്ക് വാങ്ങിയ മക്കളെ നമ്മൾ. We are so prized possession because Jesus paid the price for that. Wherever the pit you are, remain there because there is a star. At the appointed time, the star will come searching for you and lift you out of that pit. Hallelujah. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു. You continue, doctor. എനിക്ക് സംസാരിക്കാൻ കഴിയും. You continue. Hallelujah. Otherwise നമുക്ക് disconnect ചെയ്തേക്കാം. Hallelujah. നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് Okay. ഇന്ന് ഡോക്ടർ നമ്മുടെ ആ സൗഖ്യം കിട്ടിയ ആ സിസ്റ്റർ എന്ന് ഒത്തിരി പേരോട് ലൈവിൽ പങ്കുചേർന്ന് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. സിസ്റ്റർ ഷേർലി, അങ്ങനെ ഒരുപാട് പേരിന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ഒരാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നില്ല. We are not praying for everyone. ഇന്ന് ആരുടെയെങ്കിലും പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതൊരു അധികപ്പറ്റായി പോകും. We are not calling names and praying for everyone. ഭയങ്കരമായിട്ട് പ്രസൻസ് Because ഇറങ്ങി. there's a mighty presence of Lord settling down here. നിങ്ങളുടെ കുഴിയിലേക്ക് സ്റ്റാർ വരുന്ന സമയം. Oh, the star is coming to your pit. നിങ്ങളുടെ പുൽത്തൊട്ടിലേക്ക് സ്റ്റാർ വരുന്ന സമയമാണ്. Hallelujah. These are the times when the star is coming searching for you wherever you are. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ കൈമാറുന്ന സമയമാണ്. This is a time when He's giving you everything that you need ഒരു and never യാത്രയ്ക്ക് need. വേണ്ടിയുള്ള പ്രിപ്പറേഷന്റെ ടൈമാണ്. These are the times of preparation times. So be there in the presence of God. ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാമീപ്യത്തിൽ നിൽക്കുക. കഴിയുമെങ്കിൽ അടുത്ത ഒരു അരമണിക്കൂർ സമയം ഒരു മെഡിറ്റേഷനിലേക്ക് പോവുക. If possible, go for a devotion time. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഒരു മുറിയിലേക്ക് കയറി മുറി അടയ്ക്കുക. Go inside your room and lock your room and then ഒരു കട്ടിലോ നിലത്തോ ഭിത്തിയോ എവിടെയെങ്കിലും ചാരിയിരിക്കുക. wherever you are, stay there and praise God. Hallelujah. നിങ്ങൾ പ്രാർത്ഥിക്കൊന്നും വേണ്ട. നിങ്ങളുടെ വായിൽ നിന്നൊരു അക്ഷരം പോലും ഉരുവിടണ്ട. You don't utter anything. ജസ്റ്റ് റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുക. പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. Hallelujah. Just relax and enjoy His love. Let Him enjoy you and you enjoy Him. ദൈവദൂതന്മാരുടെ ഭയങ്കര സഖിത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. Oh, there's an angelic presence here. സ്വർഗീയ മാലാഖമാരുടെ വലിയ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. Oh, the angelic presence is right here. പരിശുദ്ധ അമ്മയുടെ സഖിത്വം വ്യാപിച്ചുകൊണ്ടിരിക്കുക. Oh, the interpretation of കമ്മ്യൂണിയൻ ഓഫ് ദ സെയിന്റ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുക. Oh, വിശുദ്ധന്മാരുടെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ. Because Mother Mary knows how much suffering she had to undergo when she has fled from Jerusalem to Egypt and back. ആ രാത്രിയിൽ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോ അമ്മ അനുഭവിച്ച വ്യഥ എന്താന്ന് അമ്മയ്ക്കറിയാം. She knows your problems too. ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നിന്റെ എല്ലാ ഘട്ടത്തിലെ വേദനയും അറിയാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിയും. She can intercede for you right now. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. Oh, that's the power of the communion of the saints. അതാണ് വിശുദ്ധന്മാരുടെ കൂട്ടായ്മ. That's the church. That's the church. The church belongs to the dead and the living.
That's the power of the church. Say that. പറയൂ, വീണ്ടും വീണ്ടും പറയുക. The church belongs വലിയ to അഗ്നി പുറപ്പെടും. ജീസസ്. ഹല്ലേലൂയ. Oh, the presence of God is moving. എന്റെ എല്ലാ അനിശ്ചിതത്വത്തിനകത്തേക്കും ഈശോയെ അങ്ങയുടെ മഹത്വത്തെ ഞാൻ സ്വീകരിക്കുന്നു. You are my everything, Lord Jesus. Receive it, Lord. ഒരു വാക്കും പറയുവാനില്ല. There's nothing else to say, Lord. ഒന്നും പറയാനില്ല. We don't have anything to say, You Lord. are our everything, Lord Jesus. ഞങ്ങളുടെ എല്ലാം. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടെന്റെ യേശുവേ, നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും ഞാൻ ആവശ്യപ്പെടുകയാണ്, കഴിയുമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ ഇൻക്ലൂഡിംഗ് ഗ്രേസ് കമ്മ്യൂണിറ്റി മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ സഹിതം നിങ്ങൾ ഒരു അപ്ലോഡിനും ഒരു എഡിറ്റിങ്ങിനും ഇപ്പൊ പോകണ്ട. കഴിയുമെങ്കിൽ be there in the presence of God for some time. കഴിയുമെങ്കിൽ കർത്താവിന്റെ മുന്നാകെ ചില സമയങ്ങൾ ഇരിക്കുക, എല്ലാം മറക്കുക, എല്ലാം മറന്ന് ചില നിമിഷങ്ങൾ be there in the presence of God. ഒന്നും സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട, ഒരക്ഷരം പോലും ഇട്ടണ്ട. റിലാക്സ് ചെയ്യുക. Just relax. Just relax. Just relax. You just relax and be in the presence of God. ശബ്ദിക്ക് പോലും വേണ്ട. The beauty of God's plan. I never thought it will be like this, but you have a better plan. You have a better plan. I have plans. You have better plans. I surrender all my plans unto you. At your feet, Lord. Oh God, we have intentions, you have wills, we have plans, you have purpose, we have aim, you have goals, you are guiding, you are leading. Take me, oh Lord, guide me, oh Lord, make me, oh Lord, after thy will. Ente ishtangalonnume vendane Yeshuve.
നിന്റെ ഹൃദയത്തിൽ നടുവിൽ ഞാൻ പ്രസവിക്കട്ടെ. ഡിസ്കണക്ട് ചെയ്തോ, ഡിസ്കണക്ട് ചെയ്തോ, വേറൊന്നും ഇനി പറയണ്ട. ഡിസ്കണക്ട് ചെയ്തോ. പ്രാർത്ഥന ഇരിക്കേണ്ടവർ ഇരുന്നോട്ടെ, അല്ലാത്തവർ എഴുന്നേറ്റ് പോകട്ടെ. ബൈ ബൈ ഒന്നുമില്ല, ഇത് കണ്ടിന്യൂ ചെയ്യാം.